ഇന്ത്യൻ റെയിൽവേയുടെ AC കോച്ചുകളിൽ നിന്ന് കഴിഞ്ഞ 4 വർഷത്തിനിടെ യാത്രക്കാർ മോഷ്ടിച്ചത് 1.27 കോടി പെട്രോളുകളും ടവലുകളും എന്ന റിപ്പോർട്ട്. വിവരാവകാശ രേഖകൾ പ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഓരോ 1000 AC യാത്രക്കാരിലും ഒരാൾ വീതം റെയിൽവേയുടെ സാധനങ്ങളുമായിട്ടാണ് മടങ്ങുന്നതെന്ന് ദ ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എളുപ്പത്തിൽ ബാഗിലാക്കാവുന്ന ഫേസ് ടവലുകളാണ് മോഷണം പോയവയിൽ കൂടുതലും. 46.54 ലക്ഷം, അതായത് 1/2 കോടി ടവലുകൾ ഇത്തരത്തിൽ മോഷണം പോയിട്ടുണ്ട്. ബിക്കാനീർ ഡിവിഷനാണ് മോഷണത്തിൽ രാജ്യത്ത് ഒന്നാമതുള്ളത്. ഒരു സാധനം പോലും നഷ്ടപ്പെടാത്ത കേരളത്തിലെ പാലക്കാടും തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയുമാണ് ഏറ്റവും മാതൃകാപരമായ സ്റ്റേഷനുകളായിട്ടുള്ളത്. ഡൽഹിയിൽ മോഷണം 79% കുറഞ്ഞിട്ടുണ്ടെന്നും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ മോഷണം കാരണം ഏകദേശം 104.51 കോടി രൂപയുടെ വൻ സാമ്പത്തിക നഷ്ടമാണ് കരാറുകാർക്കുണ്ടായത്. ഇതിൻ്റെ പിഴ ഒടുക്കേണ്ടി വരുന്നത് ദിവസേന വെറും 700 രൂപ മാത്രം വേതനം ലഭിക്കുന്ന സാധാരണക്കാരായ കോച്ച് അറ്റൻഡുമാരാണെന്നാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. ഓരോ സാധനം നഷ്ടപ്പെടുമ്പോഴും അതിൻ്റെ കൃത്യമായ തുക ഈ പാവപ്പെട്ട ജീവനക്കാരുടെ തുച്ഛമായ ശമ്പളത്തിൽ നിന്നാണ് ഈടാക്കുന്നത്. പല മാസങ്ങളിലും 2000 മുതൽ 3000 രൂപ വരെ തങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ജീവനക്കാർ വെളിപ്പെടുത്തുന്നത്. നഷ്ടം സഹിക്കാനാവാതെ പല കരാറുകാരും റെയിൽവേയുമായുള്ള കരാർ ഉപേക്ഷിക്കുന്ന സാഹചര്യവുമുണ്ട്.